തുടർച്ചയായി അവഗണന നേരിടുന്ന കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി ഇത്തവണയും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനത്തിനായി കാതോർക്കുകയാണ് കേരളം. 12 വർഷം മുൻപ് തറക്കല്ലിട്ട പദ്ധതിക്കായി 239 ഏക്കർ ഭൂമിയാണ് അന്ന് ഏറ്റെടുത്തത്. പൊന്നും വില കൊടുത്ത് സ്വന്തമാക്കിയ സ്ഥലം ഇപ്പോൾ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്ന വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി കേന്ദ്രമന്ത്രി ദിനേശ് ത്രിവേദി തറക്കല്ലിടുമ്പോൾ 1 വർഷം കൊണ്ട് പദ്ധതി നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. കേന്ദ്ര ഭരണത്തിൽ മാറ്റമുണ്ടായതോടെ പദ്ധതി പൂർണ്ണമായി നിലച്ചു. കഞ്ചിക്കോടിനൊപ്പം പ്രഖ്യാപിച്ച കോച്ച് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ച് നിർമ്മാണം തുടങ്ങി. പക്ഷേ കേരളത്തിന് അഭിമാനമാകേണ്ടിയിരുന്ന കഞ്ചിക്കോട്ടെ പദ്ധതി മാത്രം നിലച്ചു. ബജറ്റുകളിൽ കഞ്ചിക്കോടെന്ന് കേട്ടിട്ട് തന്നെ വർഷങ്ങളായി. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് 250 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറിയത്. അപ്പോൾ UPA സർക്കാരും UDF സർക്കാരും കൊണ്ടുവരാൻ ശ്രമിച്ചത് തുടരേണ്ടതില്ലെന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് BJP എടുത്തത്. ഞാൻ 2019 MP ആയി ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടത് കോച്ച് ഫാക്ടറി സ്ഥാപിക്കണമെന്ന്. അതിന് വളരെ വ്യക്തമായ മറുപടി ഗവൺമെൻറ് നൽകി. ഇപ്പോൾ തന്നെ രാജ്യത്ത് ആവശ്യമായ കോച്ച് ഫാക്ടറികളുണ്ട്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പുതിയ കോച്ച് ഫാക്ടറിക്ക് ആവശ്യമില്ലെന്നാണ്. UPA കാലത്ത് പ്രഖ്യാപിച്ച കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത 239 ഏക്കർ ഭൂമി ഇന്ന് വന്യമൃഗങ്ങളുടെ സ്വൈര്യവിഹാര കേന്ദ്രമാണ്. വലിയ പ്രതീക്ഷ സമ്മാനിച്ച പദ്ധതി നഷ്ടമാകുകയും ചെയ്തു. പദ്ധതി പ്രദേശം ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയുമായി. അന്ന് പൊന്നും വില കൊടുത്താണ് ഈ ഭൂമി പദ്ധതിക്കായി ഏറ്റെടുത്തത്. മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ചുകൂട്ടി ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി. അതിന് ഞാൻ ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടത് കേരളം കോച്ച് ഫാക്ടറിക്ക് ആവശ്യപ്പെടണം. നമുക്ക് അനുവദിച്ചതാണ്, സ്ഥലം നമ്മൾ ഏറ്റെടുത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് ആധികാരികമായിട്ട് നമുക്ക് ആവശ്യപ്പെടണം പറഞ്ഞു. ഇന്ന് വരെ വർഷം 4 കഴിഞ്ഞു. ഇന്ന് വരെ കേരള സംസ്ഥാനം പൊതുവായി കൊടുത്ത അപേക്ഷകളിൽ കോച്ച് ഫാക്ടറി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറി അനിവാര്യമല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പദ്ധതിക്കായി സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കോച്ച് ഫാക്ടറി തന്നെ ഈ ഭൂമിയിൽ വരണമെന്ന ആവശ്യം ഇപ്പോൾ ആരും ഉന്നയിക്കുന്നില്ല. റെയിൽവേയുടെ അനുബന്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനമെങ്കിലും കൊണ്ടുവരണമെന്ന ആവശ്യമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. വരുന്ന ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കേരളം. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.